ഭഗവതേ വാസുദേവായ. പ്രണവം അസ്ട്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ടോ നക്ഷത്ര സംബന്ധമായിട്ടോ എന്തെങ്കിലും സംശയം തോന്നുന്നുവെങ്കിൽ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ദൈനംദിന ജീവിതത്തിൽ വൃത്തിക്കും ഭംഗിക്കും വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നവരും ചിന്താശേഷിയും ആത്മവിശ്വാസവും ധാരാളം ഉള്ളവരാണെങ്കിലും ചില കാര്യങ്ങളിൽ മനോബലം കുറഞ്ഞവരായതുകൊണ്ട് ഒരു ചെറിയ നിസാരമായിട്ടുള്ള കാര്യം മതി ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ മനസ്സമാധാനം കുറയുവാനായിട്ട്. പൊതുവേ ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അഷ്ടമവ്യാഴം നിലനിൽക്കുന്നതായിട്ടൊരു സമയമാണെങ്കിലും ജന്മരാശ്യാധിപനായിരിക്കുന്ന ചൊവ്വ സുഖസ്ഥാനത്ത് നിൽക്കുന്നതും ശയനകളത്രകാരകൻ്റെ ആയിട്ടുള്ള ശുക്രൻ്റെ അനുകൂല സ്ഥിതി മൂലവും ആരോഗ്യം പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. തൊഴിൽപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുമ്പോൾ പക്ഷം ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. കാരണം കർമാധിപനായിരിക്കുന്ന സൂര്യൻ്റെ അനുകൂല സ്ഥിതിയും നിവൃത്തിനാഥനും ശയനകളത്രകാരകനുമായിരിക്കുന്ന ശുക്രനാണെങ്കിൽ 5-ാം ഭാവത്തിൽ ഉച്ചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നതിനാൽ കർമ്മപരമായിട്ട് തൊഴിൽപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങളും അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും സാധ്യത കാണുന്നുണ്ട്. ബിസിനസ്സിന് പിന്തുണ ലഭിക്കാൻ ഉതകുന്ന വിധത്തിലുള്ളതായ പുതിയ ബന്ധങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ. കർമ്മപരമായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. എന്നാലോ 10-ാം ഭാവമായിട്ടുള്ള കർമ്മസ്ഥാനത്ത് കേതു നിൽക്കുന്നതിനാൽ കർമ്മപരമായിട്ട് തൻ്റെ കൂടെ നിൽക്കുന്നവരുമായിട്ടോ സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ അഭിപ്രായ ഭിന്നത വരാതെ തർക്കങ്ങൾ വരാതെ നോക്കണം. ക്ഷമാശീലം കൂടുതലും വേണ്ട സമയമാണ്. പ്രത്യേകിച്ച് കർമ്മസംബന്ധമായിട്ട് ക്ഷമാശീലം കൂടുതൽ വേണ്ട സമയമാണ് ഈ മാർച്ച് മാസത്തിൽ. എന്നാൽ വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ്. പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാൻ കഴിയുന്നൊരു സമയമാണ്. ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും ആത്മബന്ധവും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനും എല്ലാം സാധ്യത കാണുന്നുണ്ട്. എന്നാൽ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും സന്താനഭാവങ്ങളിലും അഭിപ്രായ ഭിന്നത വരാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള കൊടുക്കൽ വാങ്ങലുകളിലും ഈ മാർച്ച് മാസത്തിൽ നഷ്ടം വരാതെ നോക്കേണ്ടതാണ്. കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകണം ഈ തൃക്കേട്ട നക്ഷത്രക്കാർ ഈ ഒരു സമയങ്ങളിൽ. അതുകൊണ്ട് വിഷ്ണു ക്ഷേത്രത്തിൽ അഷ്ടോത്തര മന്ത്രം കൊണ്ട് ഭഗവാൻ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക്.